കണ്ണൂർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ പുത്തരിയല്ല, നാട്ടുകാർക്കും പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും ഒന്നും പുത്തരിയല്ല. 2007 ഞങ്ങൾ അഭിമുഖീകരിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറുള്ള ബോംബുകൾ, കണ്ണൂരിൻ്റെ തനത് സ്വഭാവത്തിനനുസരിച്ചുള്ള ബോംബുകളായിരുന്നു. ഒരാൾ ഒരു മൊബൈൽ മാറ്റിയിട്ടുണ്ട് സാർ. ഒരാൾ മൊബൈൽ മാറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ് നീ ഇത്ര നേരം കാത്തുന്നത്. മൊബൈൽ മാറ്റാൻ അയാൾ പറഞ്ഞ കാരണം ശരിയല്ല സാർ. ഞാൻ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല, അതിൻ്റെ ത്രസ്റ്റ് കിട്ടില്ല. അതേപോലെ ഓൻ ഒരു പെണ്ണും വിളിക്കില്ല സാർ, ഓൻ അമ്മായിരി മോറാന്ന്. സംശയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൾ ലിസ്റ്റ് ഞാൻ പരിശോധിച്ചു സാർ. അതൊന്ന് ഡൽഹിയിൽ നിന്ന് കോൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്, പോലീസ് സ്റ്റേഷൻ പറഞ്ഞത്. ഞാനും നോക്കിയപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ കോൾ, കാശ്മീരിൽ നിന്നായിരുന്നു കോളുകൾ. മനസ്സുകൊണ്ട് കഷ്ടമായി പോയി എന്ന് തോന്നിയ സംഭവം? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പോലീസ് സേനയിൽ നിന്ന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. പല സുപ്രധാന കേസുകളിലും നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്, അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് മലയാളികൾ കേട്ടിട്ടുള്ള പേരാണ്. നമ്മോടൊപ്പം ഉള്ളത് എസ് ശ്രീജിത്ത് IPS ആണ്. നമസ്കാരം. നമസ്കാരം. അതെ, അപ്പോൾ സർവീസ് വേളയിൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല കേസുകൾ, പല കാലഘട്ടത്തിലായി വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴായി കേട്ടിട്ടുള്ള പേരാണ് എസ് ശ്രീജിത്ത് IPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലായിടത്തും സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് താങ്കൾ? സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഇഷ്ടമായതുകൊണ്ട് ആയിരിക്കില്ല പലപ്പോഴും സംസാരിക്കേണ്ടി വരുന്നത്. ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലീസിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ വരുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പറഞ്ഞ് പോകുമ്പോൾ ഭംഗ്യം തരേണ മറ്റു പല കാര്യങ്ങളും പുറത്തു വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മളുടെ വ്യക്തിപരമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അതിനകത്ത് പ്രതിഫലിച്ചെന്ന് വരാം. നമ്മൾ നേരിടുന്ന പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും മനുഷ്യരെ മനസ്സിലാക്കണം എന്നുള്ള ത്വര നമുക്കുണ്ടായെന്ന് വരാം. മനുഷ്യ സഹജമായ ഒരുപാട് ത്വരകളാണതെല്ലാം. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു മനുഷ്യമുഖം എന്നിലൂടെ പുറത്ത് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പോലീസിനകത്തുള്ള പോലീസുകാരെയൊക്കെ നിഷ്ഠന്മാരാണെന്നോ അല്ലെങ്കിൽ പോലീസുകാർക്ക് വികാരമില്ലാത്തവരാണെന്നോ അവര് മനസ്സുമായി നടക്കുന്നവരാണെന്നോ, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് സഹൃദയത്വമുള്ള ഒരുപാട് നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരുപാട് സഹൃദയത്വവും കലാവാസനയും മറ്റു പല തരത്തിലുള്ള ആതുരതയും ആർദ്രതയൊക്കെ മനസ്സിലൊളിപ്പിച്ചു കൊണ്ടുകൊടുക്കുന്ന ഭയങ്കര ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരുപാട് നല്ല മനുഷ്യരാണ് പോലീസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് പലപ്പോഴും നമുക്ക് പൊതുജന സമക്ഷം എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോലീസുകാർ നേരിടുന്ന വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ കൂടുതലും ഇടപെടുന്നത് ഒരു 50% കൂടുതലാണ്. നമ്മുടെ അടുത്ത് വരുന്നതിൽ ഒരു പരാതിക്കാരനും ഒരു പ്രതിയും ഉണ്ടാകും. അപ്പം അതിനകത്ത് പരാതിക്കാരെ 50% നമ്മൾ കണക്കാക്കിയാൽ പ്രതികളും 50% കണക്കാക്കിയാൽ, സത്യം പറഞ്ഞാൽ ഒരു പരാതിക്കാരന് പലപ്പോഴും 10 പ്രതികളെങ്കിലും ഉണ്ടാവും ചിലപ്പം അദ്ദേഹത്തിനെ ഉപദ്രവിച്ചവർ. അപ്പം സത്യം പറഞ്ഞാൽ ഈ 50 ഞാൻ പറയുന്നത് പോലും അതിഭാവുകത്വമാണ്. സത്യം പറഞ്ഞാൽ ഒരു 30% പ്രതികളും ബാക്കി 70% കുറ്റവാളികളുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പം അങ്ങനെ നിരന്തരം കുറ്റവാസന കാണിക്കുന്നവരും കുറ്റവാളികളുമായി മാത്രം ഇടപെടേണ്ടി വരുന്ന ഒരു പറ്റം നല്ല മനുഷ്യരുടെ കഥയാണ് പോലീസിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരിലും നമ്മൾ ആദ്യം പരതുന്നത് കുറ്റവാസനയാണ്. നമ്മൾ കുറ്റവാളികളെയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ നല്ല മനുഷ്യരിലും കുറ്റവാസന കണ്ടുപിടിക്കാനുള്ളൊരു ത്വര ഒരു പോലീസുകാരനുണ്ടായേക്കാം. അതിനെയാണ് പലപ്പോഴും ആൾക്കാർ നിഷ്ഠുരതയായിട്ട് വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ആ കണ്ണുള്ളത് കൊണ്ടാണ്, പോലീസുകാരൻ ആ ഒരു ദോഷേക ദൃക്കിൻ്റെ കണ്ണുള്ളത് കൊണ്ടാണ് പലപ്പോഴും സമൂഹം പല വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഒരു മനസ്സിലൊരു തോന്നൽ വരുമോ, ഇയാൾ കുറ്റവാളിയാണ് എന്നുള്ളൊരു ഫീൽ? അങ്ങനെ വരുന്ന തോന്നലുകളെ നമ്മളുടെ പരിശീലനം വഴിയും നമ്മളുടെ എന്താ പറയുക ലൗകിക വ്യവഹാരങ്ങളും വഴിയും നമ്മൾ നിയന്ത്രിക്കാറാണ് പതിവ്. എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരാളെ കാണാൻ പാടില്ല, മുൻവിധിയോടുകൂടി ഒരാളെ കാണാൻ പാടില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കുറ്റവാളികൾ വെച്ചുകൊണ്ട് പലരും പറയുന്ന വാചകങ്ങളിൽ നിന്ന് ഇവർ ഈ ജനൽസപ്പെടുന്നവരാണെന്ന് അറിയാനായിട്ട് നമ്മളുടെ അനുഭവ സമ്പത്ത് നമ്മളെ പ്രേരിപ്പിക്കും. ആ അനുഭവ സമ്പത്തിലൂടെ നമ്മൾ ഉരുത്തിരിഞ്ഞു വരുന്ന പല ആശയങ്ങളും പല കാര്യങ്ങളും പല നിഗമനങ്ങളും ഒരു 95% ശരിയായിട്ട് തന്നെയാണ് പിന്നീട് ഭവിക്കുന്നത് കാണാറുള്ളത്. അത് ആണ് ഒരു പോലീസുകാരൻ്റെ
ഇപ്പോൾ ഒരു നല്ല കേസിനെ കുറിച്ച് ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കണ്ണൂർ അടിസ്ഥാനമായി 2007 തീവ്രവാദ കേസ്. അതായത് തടിയൻ്റെ അവിടെ നസീർ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയെ തുറകിലടയ്ക്കാൻ സഹായകമായ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് തുടങ്ങുന്നത് ഒരു പോലീസുകാരുടെ നിരീക്ഷണ പാടവത്തിൽ നിന്നാണ്. ആ കഥ ഞാൻ പറയാം. നമുക്കവിടെ ഒരുപാട് ബോംബുകൾ, കണ്ണൂർ ഞാൻ SP ആയി ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ബോംബുകൾ കാണുന്നത്. കണ്ണൂർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ പുത്തരിയല്ല, നാട്ടുകാർക്കും പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും ഒന്നും പുത്തരിയല്ല. പക്ഷെ അത് ഇത്തവണ ഞങ്ങൾ കണ്ട ബോംബുകൾക്ക് ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് സാധാരണ കണ്ണൂർ കാണുന്നത് പരസ്പരം എറിഞ്ഞുടയ്ക്കുന്ന ബോംബുകളാണ്. ഞാൻ ഒരാൾ എറിയുന്നു, ഇപ്പം മേഘയ്ക്ക് പരിക്ക് പറ്റുന്നു, മേഘ തിരിച്ചറിയുന്നു, എനിക്ക് പരിക്ക് പറ്റുന്നു. അങ്ങനെയുള്ള നാടൻ ബോംബുകളാണ് അവിടെ കാണാറുണ്ടായിരുന്നത്. ഇത്തവണ 2007 ഞങ്ങൾ അഭിമുഖീകരിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറുള്ള ബോംബുകൾ. അത് കണ്ണൂരിൻ്റെ തനത് സ്വഭാവത്തിനനുസരിച്ചുള്ള ബോംബുകളായിരുന്നില്ല. ടൈമറൊക്കെ വെക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോംബ് നിർമ്മാണ രീതി അവിടെ കണ്ടപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തോ തീവ്രവാദ ദേശവിരുദ്ധ ശക്തികളുണ്ടെന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കുറേ പ്രവണതകൾ കണ്ടു. അപ്പം അങ്ങനെ ഒരു തീക്ഷ്ണത്വരയുള്ള ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു, നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചു. ഓരോ പോലീസ് സ്റ്റേഷനിൽ 5 പേര് വീതം ഉള്ള ഒരു ആൾക്കാരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് മുൻപ് കേസുകളിൽ പ്രതിയായിട്ടുള്ളവരും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകി എന്ന് സംശയിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുള്ളവരും ഒക്കെ ആയിട്ട് കുറച്ച് പേരെ. അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് അനുമതി ഇല്ലാതെ അതിൻ്റെ പേര് ഞാൻ എടുക്കുന്നില്ല, എന്നോട് പറഞ്ഞു, സാറിനെ എനിക്കൊന്ന് കാണണം, സംസാരിക്കണം. ഞാൻ ഒരു ദിവസം രാവിലെ ഓഫീസിൽ വരുമ്പോൾ അദ്ദേഹം എന്നെ കാത്തു നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ കൃത്യാന്തര ബാഹുല്യത്തിനിടയിൽ മറന്നുപോയി ഇദ്ദേഹം കാത്തു വെക്കുന്ന കാര്യം. ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ പോകുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു, പോയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല സാർ, സാറിനോട് സംസാരിച്ചിട്ട് പോകാൻ പറ്റും. ശരി, 4 മണിക്ക് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. ഒരു 3:30 പറ്റി അപ്പോഴും അദ്ദേഹം അവിടെ കാത്തു വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം വൈകുന്നേരം ഒരു 7-8 മണിയായപ്പോഴാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അയാൾ എന്നോട് പറഞ്ഞു, സാറ് ഒരാൾ ഒരു മൊബൈൽ മാറ്റിയിട്ടുണ്ട് സാർ. ഞാൻ പറഞ്ഞു, ഒരാൾ മൊബൈൽ മാറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ് നീ ഒരു ഇത്രയും നേരം കാത്തുന്നത്. മൊബൈൽ മാറ്റാൻ അയാൾ പറഞ്ഞ കാരണം ശരിയല്ല സാർ. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അയാൾ പറഞ്ഞ കാരണം? അയാളെ സ്ത്രീകൾ വിളിച്ച് ശല്യം ചെയ്യുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അയാൾ മൊബൈൽ മാറ്റിയെന്ന് പറയുന്നത്. സംഭവിച്ചൂടെ? ഒരു പുരുഷനെ സ്ത്രീകൾക്ക് വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ലേ? അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞ വാചകം ഞാൻ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ, അതിൻ്റെ ത്രസ്റ്റ് കിട്ടുള്ളൂ. അതേപോലെ ഓൻ ഒരു പെണ്ണും വിളിക്കൂല സർ, ഓൻ അമ്മായിരി മോറാന്ന്. ഞാൻ പറഞ്ഞു ബോഡി ഷെയ്മിങ് ശരിയല്ല. ഒരാളുടെ മുഖവും ഭാവവും നോക്കിയാലല്ലോ അയാളുടെ വ്യക്തിത്വത്തെ അളക്കേണ്ടത്. അവൻ അമ്മായിരി വ്യക്തിത്വമൊന്നും ഇല്ല സാറേ. അപ്പോൾ ഇത് ഒരു മനുഷ്യൻ്റെ ഒരു പോലീസുകാരുടെ ഒബ്സർവേഷനാണ്. അപ്പം ഞാൻ ഒബ്സർവേഷനും അതിനോടുള്ള ഡെഡിക്കേഷനും അത്രയും നേരം കാത്തു നിന്നത് അല്ല, അത് പിന്നെ പോലീസിലെ സ്വാഭാവികമാണ്. ഞങ്ങളുടെ ഇപ്പം മേലുദ്യോഗസ്ഥനെ വന്ന് കാണാൻ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ മേലുദ്യോഗസ്ഥനെ വേണ്ട, ഇപ്പോൾ എൻ്റെ DG കാണണമെങ്കിൽ അദ്ദേഹത്തിന് തിരക്കാണെങ്കിൽ ഞാൻ നല്ല ദിവസങ്ങളോളം ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വന്നു തരും. അത് ഞങ്ങളുടെ നിയോഗമാണ്, ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ഭാഗമെന്നല്ല, ഭാഗ്യം എന്ന് വരെ പറയും. ഞങ്ങളുടെ മേലുദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി കാത്തു നിന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ ചങ്കൂറ്റത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് പലപ്പോഴും ശമ്പളം കിട്ടുന്നത് ജോലി എടുക്കാനല്ല, ജോലി എടുക്കുന്ന സമയം വരെ കാത്തു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഞങ്ങൾ ഇപ്പം ഇന്നലെയും ഞാനുമായിട്ട് ഇപ്പോൾ ഇവിടെ കൗണ്ടിങ് ഡ്യൂട്ടി നടന്നു. ഇപ്പോൾ കൗണ്ടിങ് ഡ്യൂട്ടി നടത്താൻ ആയിട്ട് നമ്മൾ ബന്ദോബസ്തിന് എടുക്കുന്ന പോലീസുകാരെ അവർ പലപ്പോഴും ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു പണിയെടുക്കാതെ തിരിച്ചു വരേണ്ടി വരികയാണ് ചെയ്യുന്നത്. പണി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സാമാന്യതയെ കാണുന്ന പണി, പക്ഷെ അവർ നിരന്തരം അവിടെ കാത്തു നിൽക്കുകയാണ് ഈ പണി എപ്പോൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ കാത്തു നിൽപ്പും ക്ഷമ എന്ന് പറയുന്നതുമാണ് പോലീസിൻ്റെ ജോലിയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മേലുദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാത്തു നിൽക്കുന്നതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാത്തു നിൽപ്പേ അല്ല. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ലെങ്കിലും, പക്ഷെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവും
അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിലുള്ള വിശകലന പാഠവുമാണ് എന്നെ അതിൽ ആകർഷിച്ചത്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ അദ്ദേഹത്തിന് അത് ബോഡി ഷെയ്മിങ് പാടില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിലും താക്കീത് ചെയ്തെങ്കിലും അദ്ദേഹം പറഞ്ഞു, വീണ്ടും അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞൊരു ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിത്വമൊക്കെ കണ്ടത് അദ്ദേഹത്തിൻ്റെ മോർ അതിന് പറഞ്ഞ ഭാഷ, അവന് മോറുണ്ട്. എന്നിട്ട് അവൻ വീണ്ടും എന്നോട് പറഞ്ഞു, സാറേ സംശയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൾ ലിസ്റ്റ് ഞാൻ പരിശോധിച്ചു സാർ, അതൊന്ന് ഡൽഹിയിൽ നിന്ന് കോൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഞാനും നോക്കിയപ്പോൾ ഡൽഹിയിൽ നിന്നല്ല കോള്, കാശ്മീരിൽ നിന്നായിരുന്നു കോളുകൾ. അപ്പോഴും ഞാൻ അയാൾക്ക് സംശയത്തിന് ആനുകൂല്യം കൊടുക്കുകയാണ്. ഒരു കീഴുദ്യോഗസ്ഥൻ കൊടുക്കാത്ത സംശയത്തിന് അയാൾക്ക് കാശ്മീരിൽ സുഹൃത്തുക്കളുണ്ടായിക്കൂടെ? അപ്പം വീണ്ടും പോലീസുകാരൻ പറയുന്നു, ഞാൻ അവനോട് നീ എവിടം വരെ പോയിനെന്ന് ചോദിച്ച്, മംഗലാപുരം മാത്രമേ കണ്ടിട്ടുള്ളൂ സർ. മംഗലാപുരത്തിനപ്പുറത്തേക്ക് പോകാത്ത ഒരാൾക്ക് എന്തിനാണ് കാശ്മീരിൽ നിന്ന് കോള് വരുന്നത്? അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ കൊല്ലപ്പെട്ട മലയാളികളായ തീവ്രവാദത്തിന് തയ്യാറായി പോയ ചില വ്യക്തികളുടെ ഫോണുകളിൽ നിന്ന് വന്ന കോളുകളായിരുന്നു അവ എന്ന് പിന്നീട് മനസ്സിലാവുകയാണ്. അദ്ദേഹം അതിനകത്ത് ഏറ്റവും പ്രധാന പ്രതിയായിട്ടുള്ള തടിയൻ്റെ നസീർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്നു. ഇത് മുഴുവൻ തുടങ്ങുന്നത് ആ പോലീസുകാരൻ്റെ നിരീക്ഷണ പാടവത്തിൽ നിന്നും അദ്ദേഹത്തിന് അത് വന്ന് എൻ്റെ മേലുദ്യോഗസ്ഥനെ ധരിപ്പിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ നിന്നും മാത്രവുമാണ്. അത് എത്ര വലിയൊരു മാറ്റത്തിലേക്കാണ് നയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പോലീസുകാരുടെ ഇപ്പം നമ്മൾ സാമാന്യന നമ്മൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാചകമാണ് അവൻ എന്നോട് പറഞ്ഞത്. അതെ, ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾക്ക് മുഖത്തിന് ഭംഗി പോരാ, അയാളുടെ ആകാരവടിവ് ശരിയല്ല എന്ന് പറഞ്ഞ ഒരാളെ ആക്ഷേപിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഹീനമാണ്, ഒരു പരിഷ്കൃത സമൂഹത്തിന് ഹീനമാണ്. പക്ഷേ അതൊരു പോലീസുകാരൻ്റെ ദൃഷ്ടിയിൽ അവൻ അതിനെ കാണുമ്പോൾ ചിലപ്പോൾ അത് വലിയൊരു കുറ്റകൃത്യത്തിലേക്കുള്ള വാതായനം തുറക്കലാകാം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പോലീസിലുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണം എന്ന് പറഞ്ഞാൽ ഒന്നും ഡിസ്മിസ് ചെയ്യരുത്, നമ്മളെല്ലാം ശ്രവിക്കണം, എന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അതിനകത്തുള്ള തെറ്റ് തിരുത്തി കൊടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഞങ്ങളുടെ ആർജവവും ഞങ്ങൾ മേലുദ്യോഗസ്ഥർക്കുണ്ട്, ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാചകം അവനോട് ഞാൻ അപ്പോൾ തന്നെ പറയുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ എല്ലാം ശ്രവിക്കുക, എല്ലാം ശ്രദ്ധിക്കുക, വളരെ വളരെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, വിശകലനം ചെയ്യുക, അപഗ്രഥനം ചെയ്യുക എന്നുള്ളത് ആണ് പലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത്. അങ്ങനെയുള്ള നിർണായക കേസിൻ്റെ കഥയാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ തുടക്കത്തിലുള്ള ദോഷൈക ദൃക്കുകളായിട്ടുള്ള പോലീസുകാരെ അവർ നിരന്തരം, ഞാൻ പറഞ്ഞ 70% അവരിടപഴകുന്നത് കുറ്റവാളികളായതുകൊണ്ട് കുറ്റവാസന ആരിലുണ്ട് എന്നുള്ള ഒരു ലാക്കോടുകൂടി, ഒരു ദൃഷ്ടിയോടുകൂടി, ഒരു പരിധിവരെ പറഞ്ഞ ഒരു ദുഷ്ടലാക്കോടുകൂടി മറ്റെല്ലാ നല്ല മനുഷ്യരെയും കാണുന്നൊരു പ്രവണത ഒരു പക്ഷേ പോലീസുകാരിൽ വന്നെന്നിരിക്കാം. പക്ഷേ നമ്മൾ സാമാന്യ ജനങ്ങൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ ആ ദുഷ്ടലാക്കാണ് പലപ്പോഴും സമൂഹത്തിനെ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതും സമൂഹത്തിൻ്റെ സെക്യൂരിറ്റി, സുരക്ഷ നിലനിർത്തുന്നതുമായിട്ടുള്ളൊരു വലിയ ഘടകമാണെന്ന് മറക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഞങ്ങൾ പലപ്പോഴും പോലീസുകാർക്ക് നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒക്കെ വളരെ ഇൻറ്റൻസീവായിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങളിങ്ങനെ ആരെയും മുൻവിധിയോടുകൂടി കാണരുത്. നമുക്ക് നമ്മളുടെ ദൃഷ്ടിഗോചരമായതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആയിരിക്കും ഒരു കുറ്റകൃത്യത്തിന് ഹേതുവാകുന്നത്. അത് മുഴുവൻ ആരും അറിയാതെ നിരീക്ഷിച്ച് ആ നിരീക്ഷണത്തിലൂടെ നമുക്ക് വരുന്ന ഉറപ്പുകളിലൂടെ ആയിരിക്കണം നമ്മളൊരാളെ അഭിമുഖീകരിക്കേണ്ടത്. അല്ലാതെ വെറുതെ സംശയത്തിന് മുകളിൽ ആരെങ്കിലും വിളിച്ചിട്ട് എന്താ എവിടെ അങ്ങനെ ചോദിക്കുന്ന ആ ഒരു പഴയ പോലീസിൽ നിന്നൊക്കെ നമ്മൾ ബഹുദൂരം ഇപ്പോൾ പ്രത്യേകിച്ച് കേരള പോലീസ് സഞ്ചരിച്ചു കഴിഞ്ഞു. അതെ. അപ്പോൾ 70% കുറ്റവാളികളുടെ ഒപ്പമാണ് സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. എപ്പോഴെങ്കിലും കേസുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ അവൻ ആ കുറ്റം ചെയ്തത് കാര്യമായൊരു കാര്യത്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പുള്ളിയോട് ഒരു എമ്പതി തോന്നുന്നൊരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ മനുഷ്യർക്കും പലരുമായിട്ട് എമ്പതിയൊക്കെ തോന്നും. പക്ഷെ വി ആർ നത്തിങ് ബട്ട് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ലോ. നമ്മൾ നിയമത്തിൻ്റെ ഉപാധികളും ഉപകരണങ്ങളും അല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ള വ്യക്തവും വ്യതിരിക്തവുമായ ബോധം പോലീസുകാർക്കുണ്ട്. അപ്പം അവിടെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരാളെ കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ളത് അല്ല, തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ അവരെ കുറ്റവാളിയായി തന്നെ കാണുമെങ്കിൽ പോലും മനസ്സുകൊണ്ട്
കഷ്ടമായി പോയി എന്ന് തോന്നിയ സംഭവം? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു കൊലപാതക കേസിൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്തു. കൊലപാതകം വളരെ ഹീനമായ കൊലപാതകമായിരുന്നു. ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒരു അന്യസംസ്ഥാനക്കാരൻ മാലമോഷണത്തിന് വേണ്ടി കുത്തിക്കൊല്ലുകയാണ്. ഒരു തരത്തിലും നമ്മുടെ സാമൂഹ്യ അവബോധത്തിനനുസരിച്ചോ നിയമ ബോധത്തിനനുസരിച്ചോ പൗരബോധത്തിനനുസരിച്ചോ ഒന്നും തന്നെ നമുക്ക് ന്യായീകരിക്കാനാവാത്തൊരു കുറ്റകൃത്യമാണ്. ഇയാളെ ഞാൻ DIG ആയിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ ഒരു 5 ദിവസം ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഈ കൊലപാതകത്തിന് ശേഷം. പിന്നെ അവസാനം പോലീസ് വളരെ കഷ്ടപ്പെട്ട് അയാൾ ഒളിച്ചിരിക്കുന്ന കാട് മേടുമൊക്കെ താണ്ടി അയാളെ കണ്ടുപിടിച്ചു, കൊണ്ടുവന്നു, അയാളെ ഇരുത്തി മീഡിയയുടെ മുമ്പിൽ അയാളെ ചെയ്ത കുറ്റകൃത്യം വിവരിച്ചു. എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളുടെ ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കാനുള്ള പാടവം ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുമാറുള്ള പ്രചരണമൊക്കെ അതിന് കിട്ടി. പോലീസിന് സൽപ്പേരായി, ആദ്യത്തെ ഒരു ചീത്തപ്പേര് കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പിന്നീട് ഞാൻ വിശദമായിട്ട് ഇനീഷ്യൽ ഇൻട്രോഗേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ട് അയാളോട് സംസാരിക്കേണ്ടായി. ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ 24 വയസ്സാണ് അയാൾക്ക്. ഞാനല്ല അറസ്റ്റ് ചെയ്തത്, എൻ്റെ CI ആണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ കണ്ടുപിടിച്ചതിൻ്റെ ആ ടീമിൻ്റെ നേതൃത്വം എപ്പോഴും മേലുദ്യോഗസ്ഥർ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവകാശ പ്രഖ്യാപനം നടത്തുമ്പോൾ അയാൾക്ക് 24 വയസ്സാണ്. അയാൾ കേരളത്തിലെത്തിയത് അയാളുടെ 13ാം വയസ്സിലാണ്. അൺവെരിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഭാഗികമായി പിന്നീട് എനിക്ക് വെരിഫൈ ചെയ്യാൻ സാധിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരുപാട് കഥകൾ സത്യമാണ്. അയാൾ സംസ്ഥാനത്ത് നിന്ന് വന്നു, ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ വരുന്നു. 13ാം വയസ്സിൽ ഇവിടെ വളരെ നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് കേരളത്തിൽ വന്ന ആളാണ്. അയാൾ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാനോ ഒക്കെ ആയിട്ട് അയാൾ ജോലിയിൽ പ്രവേശിക്കുന്നു. അവിടെയുള്ള ഹോട്ടൽ ജീവനക്കാരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇദ്ദേഹത്തെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു, ഹോമോസെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. ഒരു 2 വർഷം അവിടെ അങ്ങനെ നിന്നതിന് ശേഷം ഇദ്ദേഹം ഇതേ സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പുറത്ത് സോളിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ പാർക്കുകളിലും ഇതര സ്ഥലങ്ങളിലും വൈകുന്നേരങ്ങളിലൊക്കെ പോയി നിന്ന് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സംവിധാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ ഹോട്ടലിൽ വർക്ക് ചെയ്തോ എന്ന് നോക്കിയപ്പോൾ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ബ്രോഡ് ഫാക്ട്സ് മാത്രമേ പോലീസിന് പിന്നെ വെരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് ഈ ബന്ധത്തിന് വേണ്ടി തന്നെ വന്ന ഒരാൾ ഇയാളോട് കാരുണ്യം തോന്നിയിട്ട്, കൊച്ചുകുട്ടിയാണല്ലോ എന്ന് തോന്നിയിട്ട് ആ കുട്ടിയെ കൊണ്ടുപോയി ഒരു അനാഥാലയത്തിലാക്കുന്നു. ആ അനാഥാലയത്തിൽ വെച്ച്, അപ്പോൾ അതും നമുക്ക് വെരിഫൈയബിൾ ഫാക്റ്റാണ്. ഇങ്ങനൊരു കുട്ടി അവിടെ ഉണ്ടായി കുറച്ച് കഴിഞ്ഞാൽ 9 മാസം അയാൾ അനാഥാലയത്തിൽ നിൽക്കുന്നു. പക്ഷേ ഇയാൾ ഈ പഠിച്ച എന്താ പറയുക, ഈ ഹോമോസെക്ഷലായിട്ടുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ ത്വരകൾ മുഴുവൻ ആ പ്രായത്തിൽ ഒരു ടീനേജർക്ക് ഉണ്ടാകാവുന്ന എല്ലാ വൃത്തികേടുകളും ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മറ്റു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു. അവിടെ അനാഥാലയത്തിലെ മറ്റു കുട്ടികളെ പഠിച്ചിരുന്നു. അപ്പം അനാഥാലയ അധികൃതർക്ക് ഇദ്ദേഹം ഒരു ഡെലിങ്ക്വൻ്റ് ആണ്, ഇവനൊരു കുഴപ്പക്കാരനാണെന്നുള്ള ചിന്തയാണ് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, വീണ്ടും ഇയാളെ കൊണ്ടാക്കി ആളെ തിരിച്ചു വിളിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ പറഞ്ഞു വിടുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു 16 വയസ്സ് കഴിഞ്ഞു. ആ 16 വയസ്സുകാരൻ ഈ വന്ന ആളുമായിട്ട് വീണ്ടും ഉല്ലസിക്കുന്നു, മധുവിധു ആഘോഷിക്കുന്ന പോലെ ഇവർ രണ്ടുപേരും കൂടെ പലയിടത്തും പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പണത്തിന് ആവശ്യം വരുമ്പോൾ ഈ പലരെയും വിളിച്ചു കൊണ്ടുവന്ന് ഏകാന്തതയിൽ നിർത്തി വിരട്ടി പണം മേടിക്കുന്ന കൊച്ചു കുറ്റകൃത്യങ്ങളിലേക്ക് കിടക്കുന്നു. അതൊന്നും തന്നെ ഡിറ്റക്റ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ ശ്രദ്ധയിൽ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ആൾക്കാർ തൃഷ്ണയോടെ വരുന്നവരായതുകൊണ്ട് അവർക്കത് പുറത്തു പറയാനുള്ള മടി കൊണ്ട് ആരും പരാതിപ്പെട്ടിട്ടില്ല. ഇതൊരു ലാക്കാക്കി, ഒരു തക്കമാക്കി കൊണ്ടുവന്ന് കൊച്ചു കുറ്റകൃത്യങ്ങളിലൂടെ, മോഷണങ്ങളിലൂടെ വളർന്ന്, പിടിച്ചുപറിയിലൂടെ പടർന്ന് അയാൾ അവസാനം ഒരു കൊലപാതകയായി മാറുന്നു 24ാം വയസ്സിൽ. ആ കൊലപാതകത്തിന് നമുക്ക് ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ അവനെ ശിക്ഷിക്കുന്നു. അത് ഇപ്പം ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എൻ്റെ സന്ദിഗ്ധ ഘട്ടം, എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ 13 വയസ്സിൽ
13-ാം വയസ്സിൽ കേരളത്തിലെത്തിയ ഈ കുട്ടിയെ നമ്മുടെ സിസ്റ്റത്തിന് പൂർണ്ണമായും ഒരു പുനരധിവാസത്തിൻ്റെ ലെവലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ചൂഷണങ്ങൾ ഏൽക്കേണ്ടി വരാതിരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അന്ന് ഞാൻ സർവീസിലുണ്ട്. അപ്പം ഞാനിതറിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യവുമല്ല. ഇനി അതൊക്കെ പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു അനാഥാലയത്തിലെത്തുകയാണ്. ആ അനാഥാലയ അധികൃതരെ അതിനകത്ത് നല്ല കുട്ടികളെയും മോശം കുട്ടികളെയും തരംതിരിച്ച് കാണുകയും, ഇത് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസിനും നമ്മുടെ എന്താ പറയുക ബാലനീതി നിയമങ്ങൾക്കൊക്കെ എതിരാണ്. ബാലനീതി നിയമങ്ങൾക്കെതിരെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബാലനീതി നിയമത്തിൻ്റെ സ്പിരിറ്റിനെതിരാണ്. എന്തിനു വേണ്ടിയാണ് ബാലനീതി നിയമം നമ്മൾ നടപ്പാക്കിയത്? അതിന് കുറേ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ എല്ലാം വിരുദ്ധമായിട്ടാണ് അദ്ദേഹം എന്താണ് എളുപ്പമായിട്ട് ചെയ്തത്. കൊണ്ടാക്കിയ ആളെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു വിട്ടത്. അപ്പം നമ്മൾ ഈ ബാലനീതി നിയമത്തിൻ്റെയൊക്കെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്, ഒരു അശരണനായ കുഞ്ഞ് ഉണ്ടെങ്കിൽ, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ ആംഗല ഭാഷയിൽ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ 2 തരത്തിലാണ്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇത് രണ്ടാണെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് പുനരധിവാസം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ എന്താണ് റെസ്റ്ററേഷൻ, റിഹാബിലിറ്റേഷൻ, റെസ്റ്ററേഷൻ, റീഇൻറ്റഗ്രേഷൻ, 3 പ്രോസസ്സാണ്. ഇപ്പം റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ താൽക്കാലികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുക. റെസ്റ്ററേഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അനുവദനീയമായ സമൂഹം കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ അവകാശങ്ങളുണ്ട്, അത് പുനഃസ്ഥാപിക്കപ്പെടുക. അതിനകത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു കാര്യമാണ്. അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 21A ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം നിലവിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പന്ഥാവിലെത്തിക്കുക. അതിന് ഉപോത്ബലകമായി എന്ത് തരത്തിലുള്ള കൗൺസിലിംഗ് ആണോ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് അത് കൊടുക്കുക.